Good afternoon. Good afternoon. Good afternoon, ma'am. In the prayer ആരാണ്? ഞാനാണ് മിസ്സേ. Okay. ആദി ചൈതന്യമേ ഞങ്ങളിൽ നിത്യവും ആദിവ്യ സ്നേഹം ചൊരിയണമേ. സത്യം സമത്വം സഹോദര സ്നേഹവും നിത്യവും ഞങ്ങൾ കനിയണമേ. നിത്യവും ഞങ്ങൾ കനിയണമേ. ഇരുളിൽ പ്രകാശമായി പ്രശാന്തിയായി ഇടറും പാദങ്ങൾക്ക് വഴി നൽകണേ. കനിവിന്റെ കനലായി അറിവിന്റെ കതിരായി അനുദിനം ഞങ്ങൾക്ക് കൃപയേകണേ. ആദി ചൈതന്യമേ ഞങ്ങളിൽ നിത്യവും ആദിവ്യ സ്നേഹം ചൊരിയണമേ. സത്യം സമത്വം സഹോദര സ്നേഹവും നിത്യവും ഞങ്ങൾ കനിയണമേ. നിത്യവും ഞങ്ങൾ കനിയണമേ. Good afternoon all. Today's thought is education is the key to unlock the golden door of freedom. സ്വാതന്ത്ര്യത്തിന്റെ സുവർണവാതിൽ തുറക്കുന്നതിനുള്ള താക്കോലാണ് വിദ്യാഭ്യാസം. സൈനിങ് ബൈ നിതിജ പി. താങ്ക് യു മാം. Thank you. അപ്പോൾ നമ്മളുടെ 2 റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്തു ഇല്ലേ? ആക്ഷൻ റൈറ്റിംഗ് ബുക്കും ആക്ഷൻ സ്റ്റോറി ബുക്കും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാവരും അല്ലെ? എല്ലാവരും ചെയ്തില്ലേ അതോ? ഇനി മൈ കളക്ഷൻ ബുക്കാണ്. എനിക്ക് കുറച്ച് എന്താ പറയാ പിക്ചേഴ്സും അതേപോലെ തന്നെ കുറെ അങ്ങനത്തെ കളക്ട് ചെയ്ത് നിങ്ങളുടെ റെക്കോർഡിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ഇതാണ് മൈ കളക്ഷൻ ബുക്ക് എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം നമ്മുടെ കയ്യിലുള്ളതും അതേപോലെ തന്നെ അത്യാവശ്യം കട്ട് ചെയ്ത് ഒട്ടിക്കുക അല്ലെങ്കിൽ വരയ്ക്കൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് മൈ കളക്ഷൻ ബുക്കിൽ കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇമേജസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് പ്രൊവേർബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴഞ്ചൊല്ലുകൾ ഒരു 10 എണ്ണം, ഇംഗ്ലീഷിലുള്ള 10 പഴഞ്ചൊല്ലുകൾ, പിന്നെ കടങ്കഥകള്, പസിൽസ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ വേർഡ്സ് ഒക്കെ വെച്ചിട്ട് പസിൽസുകൾ ചെയ്യാറില്ലേ? നമ്മള് പത്രത്തിലോ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുടെ ബുക്കുകളിലൊക്കെ ഉണ്ടാവും പസിൽസ്, അതേപോലത്തെ. പിന്നെ ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ്, മൂത്തവര് പറഞ്ഞിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള നോളജ്. പിക്ചേഴ്സ് ഓഫ് വണ്ടർഫുൾ അനിമൽസ് ആൻഡ് ക്രീച്ചേഴ്സ് വിത്ത് ഡീറ്റെയിൽസ്, അനിമൽസിനെ കുറിച്ചിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള അനിമൽസിനെ കുറിച്ചിട്ടുള്ള പിക്ചറും അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും നമ്മൾ അതിൽ കൊടുക്കുക. ഒരു അനിമലിന്റെ പിക്ചർ പേസ്റ്റ് ചെയ്യാം, ഡീറ്റെയിൽസ് കൊടുക്കുക. അങ്ങനെ 5 എണ്ണത്തിന് വേണം. ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ജിം എന്നൊക്കെ പറയൂലേ, നമ്മള് കമ്പ്യൂട്ടറിൽ ചെറിയ പെയിന്റിങ്സ് ഒക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ട്രയാങ്കിള്, അതേപോലെ സ്ക്വയർ, റൗണ്ട്. നമ്മൾ കമ്പ്യൂട്ടർ ആദ്യം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഇതേപോലത്തെ പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കാനായിരിക്കും പഠിപ്പിക്കണേ. ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഞാൻ ഇപ്പോഴാ ക്ലാസ് കയറി. സ്പീഡ് കുറച്ച് ഓരോന്നും വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പ്രൊവേർബ്സ് എന്ന് വെച്ചാൽ എന്താണ്? പഴഞ്ചൊല്ലുകൾ. നമ്മള് പഴഞ്ചൊല്ലുകൾ പറയില്ലേ മലയാളത്തില്? ഇംഗ്ലീഷിലുള്ള പഴഞ്ചൊല്ലുകൾ 10 എണ്ണം കിട്ടില്ലേ? നമ്മളാണെന്ന് തോന്നുന്നു എന്നൊക്കെ പഠിച്ചിട്ട് നമ്മളാണോ? അങ്ങനെ പഴഞ്ചൊല്ലുകൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ പഴഞ്ചൊല്ലുകൾ ഒരു 10 എണ്ണം നിങ്ങൾ കളക്ട് ചെയ്ത് എഴുതാം. ദെൻ കടങ്കഥകള്, പസിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡ് പസിൽസുകൾ ഉണ്ടല്ലോ. ഇപ്പം നമ്മള് കുറച്ച് വേർഡ്സുകൾ കണ്ടാൽ അപ്പൊ അത് നമ്മളിങ്ങനെ പസിലായിട്ട് കൂട്ടി പുതിയൊരു വേർഡ് ഒക്കെ എഴുതാനായിട്ട് ബോക്സ് ഒക്കെ വരച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ പസിൽസ്? ഇല്ല മിസ്സേ. ഇല്ലേ? ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇമേജ് പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. ബാലരമൊക്കെ വാങ്ങുമ്പോ അതിലൊക്കെ ഉണ്ടാവില്ലേ കൊടുക്കുക, അങ്ങനെ പസിൽസുകള്. അതേപോലെ കുറെ ബുക്കുകളില് നമ്മുടെ ഇതിലാണ് പിന്നെ ഉണ്ടാവുന്നത്, പത്രത്തിലൊക്കെ കാണാറുണ്ട് വേർഡ് പസിൽ.
ഇതേപോലത്തെ പസിൽസ് ഇത് കൂട്ടിയിട്ട് നമുക്ക് വേർഡുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് സിമ്പിൾ ആയിട്ടുള്ളത് മതിയിട്ട് നിങ്ങൾ കുഞ്ഞു കുട്ടികളെ കുഞ്ഞു വേർഡ്സ് മതി. ഒരുപാട് വലിയ പസിൽസ് ഒന്നും വേണ്ട. ചെറിയ ചെറിയ വേർഡ്സുകൾ ക്യാറ്റ് റാറ്റ് അങ്ങനെയൊക്കെ വന്ന രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സുകളൊക്കെ കണ്ടോ. ഇങ്ങനത്തെ വേർഡ് പസിൽസുകൾ അങ്ങനത്തെ 10 ഉണ്ടാക്കണ ടീച്ചർ. എന്താണ് അങ്ങനത്തെ 10 ഉണ്ടാക്കണോ? 10 10 വേർഡ്സ് വന്ന രീതിയിൽ മതിയിടാം. ഓക്കെ 10 വേർഡ്സ് വന്ന രീതിയിലുള്ള പസിൽസ് കേട്ടോ. അങ്ങനെ ഒറ്റ പസിൽ മതിയോ? ഒന്ന് മതിയോ? ഒരു പസിലില് 10 വേർഡ്സ് വന്ന രീതിയിൽ. ഓക്കെ. എന്നിട്ട് ആ വേർഡ്സ് താഴെയും എഴുതണം കേട്ടോ. നോട്ട് ചെയ്തിട്ടില്ലാതാണെന്ന്. അപ്പൊ വേർഡ്സ് മാർക്ക് ചെയ്യണ്ട, പസിലിന്റെ ഉള്ളില് താഴെ എഴുതിയാ മതിയോ? താഴെ എഴുതിയാൽ മതി. പിള്ളേര് ചെയ്യാനുള്ള ആക്ടിവിറ്റി അല്ലേ. പിന്നെ ട്രഡീഷണൽ നോളജ്, എൽഡേഴ്സിന് ട്രഡീഷണൽ നോളജുകള് നമ്മൾ മുതിർന്നവർ നമുക്ക് ഇങ്ങനെ കുറെ നോളജുകളൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അത് നമ്പേഴ്സ് ഇട്ടിട്ട് എഴുതാം. പിന്നെ അനിമൽസ്, വണ്ടർഫുൾ അനിമൽസും അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും. ഡിജിറ്റൽ പെയിന്റിങ് ഞാൻ പറഞ്ഞത് നമ്മൾ ചെറുപ്പത്തിൽ കുഞ്ഞു കുട്ടികളൊക്കെ ആയിരുന്ന സമയത്ത് നമുക്ക് ആദ്യം കമ്പ്യൂട്ടർ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാണ്. കമ്പ്യൂട്ടർ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ 4ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് അവിടേക്ക് എന്താ പറയാ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു അവർ ഉണ്ട് കമ്പ്യൂട്ടർ അവർ എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് ലാബിൽ കൊണ്ടുപോയിട്ട് പിക്ചർ വരയ്ക്കാൻ ആദ്യം പഠിപ്പിച്ചത്. ഇന്നാ സാധാരണ ഒരു ജിം എന്നാണ് തോന്നുന്നത് അതിന്റെ പേര്. അതില് നമ്മളിങ്ങനെ ഇമേജസ് വരയ്ക്കാൻ നോക്കും. ട്രയാങ്കിള്, സ്ക്വയർ, അത് കഴിഞ്ഞിട്ട് വീടൊക്കെ ഉണ്ടാക്കും അതേ ഒരു പിക്ചറിൽ. അപ്പൊ അതിന്റെ ഒരു പ്രിന്റ് എടുത്താൽ മതി. മിനിമം 1 പറയണത്. എന്നൊരു പ്രിന്റ് എടുത്താൽ മതി. സ്ക്വയറും ഇതൊക്കെ വന്ന രീതിയിൽ ഒരു പ്രിന്റ് എടുക്കാം. മൈ കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്. നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സുകൾ, ചെറിയ ചെറിയ ഐറ്റംസിന്റെ പിക്ചേഴ്സ് കൊണ്ടുവന്ന് എന്ത് ചെയ്യാം, കളക്ഷൻ. പിന്നെ ഡൊമസ്റ്റിക് അനിമൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. വൈൽഡ് അനിമൽസ്, ഫിഷ്, ഫ്ലവർ, വെജിറ്റബിൾ, ഫ്രൂട്ട്സ്. ഇതിന്റെയൊക്കെ 5 ഇമേജ് പറയണത്. ട്രീസ്, ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടല്ലോ. ക്ലാസ് റൂം എക്യുപ്മെന്റ്സ്, ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്, ബ്ലാക്ക് ബോർഡ്, ടേബിൾ, ചെയർ, ചോക്ക്, അതേപോലെ അങ്ങനത്തെ കേട്ടോ. പിന്നെ എക്സ്റ്റേണൽ പാർട്സ് ഓഫ് ദ ബോഡി, ബോഡിയുടെ എക്സ്റ്റേണൽ പാർട്സുകൾ ആ ഫുൾ ഇമേജ് കൊടുത്തിട്ട് എന്തൊക്കെയാണ് എക്സ്റ്റേണൽ പാർട്സ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അത് ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓരോ പാർട്സ്, ഇയർ, നോസ്, അങ്ങനെ ഓരോന്ന് എടുത്ത് അതിന്റെ പേര് അതിൽ എഴുതാം. ഇന്റേണൽ പാർട്സ് ഓഫ് ദ ബോഡി, ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്ങുകൾ 5 പിന്നെ വെഹിക്കിൾസ്, നാച്ചുറൽ തിങ്സ്, വർക്കിംഗ് പേഴ്സൺസ്. ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് എന്താ ഉദ്ദേശിക്കണേ? താജ്മഹൽ അങ്ങനെയൊക്കെയാണോ? ഹിസ്റ്റോറിക്കൽ മൊമെന്റ്സ്, ബിൽഡിങ്ങുകൾ. താജ്മഹൽ അതൊക്കെ വെക്കല്ലേ? താജ്മഹൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. റെഡ് ഫോർട്ട്. മാം പ്രോവർബ് എഴുതുമ്പോ എക്സ്പ്ലനേഷൻ എഴുതണോ? എന്താണ്? പ്രോവർബ് എഴുതുമ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണോ? 10 നമ്പേഴ്സ് ഇട്ട് എഴുതിയാൽ മതി. ഓക്കെ. പിന്നെ നാച്ചുറൽ തിങ്സ് കൊണ്ട് എന്താ ഉദ്ദേശിക്കണത്? നാച്ചുറൽ തിങ്സ് എന്ന് വെച്ചാല് നമ്മളുടെ നേച്ചറുള്ള തിങ്സ്, പ്ലാന്റ്സ് ആവാം, റിവർ ആവാം. മാൻമെയ്ഡ് അല്ലാത്ത നാച്ചുറൽ തിങ്സ്, പ്രകൃതിയിൽ ഉള്ള തിങ്സുകൾ. ഓക്കെ, മാൻമെയ്ഡ് അല്ലാത്ത എന്ത് തിങ്സും മഴയും കാര്യങ്ങളൊക്കെ എഴുതാവോ? മഴ, ഇടിമിന്നല് അങ്ങനെയുള്ളതൊക്കെ. നാച്ചുറൽ തിങ്സ് ആണ്. ഞാൻ എഴുതാനാണ് ഇതൊക്കെ നമ്പേഴ്സ് ഇട്ട് കൊടുത്തേക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. പിക്ചർ ഒട്ടിക്കാനാണോ അത് എഴുതാനാണോ? പിക്ചർ ഒട്ടിക്കാനല്ലേ? പിക്ചർ ഒട്ടിക്കാനാണ് കേട്ടോ. മൈ കളക്ഷൻ ബുക്ക് പിക്ചേഴ്സ് ആണ്. ഇപ്പൊ മഴയുടെ എഴുതാ, പുഴ, റിവറിന്റെ പിക്ചേഴ്സ് ഒട്ടിക്കാം. ഇതില് വരയ്ക്കാൻ പാടില്ല അല്ലെ? വരയ്ക്ക, കുഴപ്പമൊന്നുമില്ല. വരയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. മാം അപ്പൊ നമ്മുടെ പഴയ റെക്കോർഡ് ബുക്ക് പറഞ്ഞില്ലേ? എന്താണ്? മിസ് കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞില്ലേ? അത് പ്രിന്റ് എടുത്തിട്ട് ഒട്ടിക്കുകയാണോ? അതാകെ ഡിജിറ്റൽ പെയിന്റിങ് മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിന്റ് എടുക്കേണ്ടതുള്ളൂ. വേറെ ഒന്നും ഇല്ല കേട്ടോ. ആ സ്ക്വയറും നമ്മൾ ആംഗിൾ ഇതൊക്കെ പഠിക്കില്ല, ഷേപ്സ് ഒക്കെ പഠിക്കുന്ന രീതിയിൽ നമ്മള് ഇപ്പൊ വീടൊക്കെ നമ്മള് കമ്പ്യൂട്ടറിൽ വീട്, കുഞ്ഞു പിള്ളേരൊക്കെ വീടൊക്കെ പണിയണനുസരിച്ചുണ്ട്. ട്രയാങ്കിൾ വെക്കും, പിന്നെ സ്ക്വയർ വെക്കും, പിന്നെ അങ്ങനെ.
അത് തന്നെ വർക്കിംഗ് പേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമേഴ്സ്, ടീച്ചേഴ്സ്, അങ്ങനെ ഓരോ ജോലിയിൽ നിൽക്കുന്നവര്. ഇപ്പൊ ജോലിയുടെ ഇമേജ് കാണിച്ചിട്ടുണ്ടാവും, അതിന് താഴെ എന്താണ് അവർ ചെയ്യുന്ന ഡ്യൂട്ടി. ഇപ്പൊ ഒരു വ്യക്തി അല്ലെങ്കിൽ ഫാർമർ വില്ലേജിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, കൃഷി സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും, അതിന് താഴെ എഴുതിയിട്ടുണ്ടാവും. ട്രഡീഷണൽ നോളജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുതിർന്നവരിൽ നിന്ന് നമ്മൾ ഒരുപാട് നോളജ് അവർ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ, ആ നോളജുകൾ. എക്സാമ്പിള് നമുക്ക് നിങ്ങൾ കേട്ടിട്ടുള്ള ഏതാണ് ട്രഡീഷണൽ നോളജ് ഉണ്ടോ? പഴഞ്ചൊല്ല് പ്രോവർബ്സിൽ പറഞ്ഞിട്ടുണ്ടോ? ട്രഡീഷണൽ നോളജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം രാത്രി ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നെയിൽ കട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടോ. അതേപോലെ തന്നെ പിന്നെന്തുവാ, കുറെ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ അങ്ങനത്തെ കുറച്ച് നോളജുകള്. പിന്നെയും ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞ എൽഡേഴ്സിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള നോളജ് നിങ്ങളൊന്ന് നോക്കിയാൽ സെർച്ച് ചെയ്ത് നോക്കും, മുതിർന്നവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള നോളജുകൾ. വേറെ എന്തെങ്കിലും? ഈ വർക്കിംഗ് പേഴ്സൺസിന് എഴുതുന്ന സമയത്ത് പിക്ചർ ഒട്ടിച്ചിട്ട് എന്താ ഡോക്ടർ അല്ലെങ്കിൽ ഫാർമർ എന്നൊക്കെ എഴുതിയാൽ മതിയോ, അതോ എന്തെങ്കിലും അവരെ കുറിച്ച് എഴുതണോ? ജീവൻ നെയിംസ് മാത്രം അങ്ങനെ എഴുതി പോയാൽ മതി. മിസ് അപ്പൊ ഒരു ഭാഗത്ത് വരയില്ലാത്ത ഭാഗത്ത് മാത്രം ഒട്ടിച്ചിട്ട് അവിടെ തന്നെ എഴുതുക അല്ലെ, അപ്പുറത്തെ ഭാഗം ഒന്നും ചെയ്യണ്ട അല്ലെ? അത് ഇങ്ങനത്തെ ബുക്കുകൾക്ക് നല്ലത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്താ പറയാ, രണ്ട് സൈഡും വരയില്ലാത്ത റെക്കോർഡില്ലേ, അതാണ് കുറച്ചുകൂടി നല്ലത്. വാങ്ങിച്ചവരാണെങ്കിൽ ഇരിക്കും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. വാങ്ങിച്ചു, എപ്പോഴും പോകാൻ പറ്റാത്ത കാരണം ഒരുമിച്ച് മേടിച്ചു. നമ്മൾ പഴഞ്ചൊല്ലുകൾ പ്രാക്ടീസ് മേക്സ് മാൻ ടു പെർഫെക്റ്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ? എക്സാമ്പിൾ ആണ് ഞാൻ പറയണത്. പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ് അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ? എന്താണ് ഞാൻ പ്രോവർബ്സിന് പഴഞ്ചൊല്ലുകൾക്ക് കുറച്ച് എക്സാമ്പിൾ. എക്സ്പീരിയൻസ്, ഹോണസ്റ്റി ഇസ് ദ ബെസ്റ്റ് പോളിസി, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം. 10 എന്ന് പറയണുള്ളെങ്കിലും മാക്സിമം നിങ്ങൾക്ക് എത്ര എഴുതാൻ പറ്റും. ചിലപ്പോ ആ പേജ് ഫുള്ളും 10 മതിയാ, ഒരു പാതിക്ക് വന്നിട്ടുള്ളെങ്കിലും കംപ്ലീറ്റ് ചെയ്യണത് നല്ലതായിരിക്കും. 10ഓ 20ഓ അറ്റ്ലീസ്റ്റ് പറയണുള്ളൂ. 10 എഴുതണമെന്നേ പറയണുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും എഴുതാം കേട്ടാ. ഒട്ടിക്കാൻ പാടോ? എന്താണ്? വര ലൈനുകൾ ഇട്ടിട്ടുള്ള ബുക്കാണ് വാങ്ങിയതേ, ഒരു ഭാഗത്ത് മാത്രമേ ലൈൻ ഇല്ലാത്തതുള്ളൂ, അപ്പൊ ലൈനുള്ള ഭാഗത്ത് ഒട്ടിക്കാൻ പാടോ? അത് കുഴപ്പമില്ലാടാ. എഴുതുമ്പോണ്ടല്ലോ, ഇപ്പൊ നമുക്ക് പിക്ചേഴ്സ് മസ്റ്റ് ആണോ? മനസ്സിലായില്ല. നമ്മൾ പ്രോവർബ്സ് എഴുതുമല്ലോ, അപ്പൊ അതിലിപ്പോ പിക്ചേഴ്സ് പിക്ചേഴ്സ് വേണ്ട. പ്രോവർബ്സിനും ആദ്യത്തെ എ മുതൽ പഠിക്കാത്ര മടി വേഗം. പ്രോവർബ്സിന് അതിന് പിക്ചേഴ്സിന്റെ ആവശ്യമില്ലല്ലോ, അതിങ്ങനെ ഓരോ ചൊല്ലുകളല്ലേ. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യണോ? അത് എക്സ്പ്ലെയിനും വേണ്ട. ക്വസ്റ്റ്യൻ ഇപ്പൊ പറഞ്ഞില്ലേ, പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. അതേപോലെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള പഴഞ്ചൊല്ലുകൾ ഉണ്ടാവില്ല ഇംഗ്ലീഷില്. എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്, അങ്ങനെയൊക്കെ കേട്ടില്ലേ നിങ്ങൾ? മനസ്സിലായി. അതേപോലത്തെ നെയിം മാത്രം എഴുതിയാൽ മതി, വരയിട്ട സൈഡിൽ അത് എഴുതാം. പസിൽസിൽ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ. പസിൽസിൽ കുറച്ച് വ്യത്യാസം ഉണ്ട്. ഞാൻ പറഞ്ഞ പസിൽസ്, സോറി എനിക്ക് മാറിപ്പോയതാണ്, മിസ്റ്റേക്ക് പറ്റിയതാണ് പിള്ളേരെ. പസിൽസ് നിങ്ങൾക്ക് വേറെ വരുന്നുണ്ട്. ഇതാണ് പസിൽസ് ഞാൻ പറഞ്ഞത്. ഇമേജസ് വേണമെന്നൊക്കെ പറഞ്ഞില്ലേ, അത് ഈ പസിൽസ് ആണ്. പസിൽസിന്റെ ഇമേജ് ഒക്കെ കാണിച്ചതില്ല, അത് ഏറ്റവും അവസാനത്തെ കളക്ഷൻ ബുക്കാണ്, മിസ്സായി പോയതാണ്. പസിൽസ് എന്ന് പറഞ്ഞിട്ട് വേണ്ടത് ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അത് എന്താന്നുള്ള ഒരു മീനിങ് വന്ന രീതിയിൽ മക്കളെ പസില് മാത്രം മിസ്റ്റേക്ക് ഉള്ളൂ എന്ന് പറയാം. ഒരു പസിൽ പറഞ്ഞോ? പസിലാണോ നോക്കട്ടെടാ.
എടാ ആ പസിലല്ല ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പസിൽസ് അല്ല ഉദ്ദേശിക്കുന്നത്. കടങ്കഥകൾ ഉണ്ടാവില്ലേ? നമ്മൾ ഈ ബാലരമയിലൊക്കെ ഉണ്ടാവില്ലേ, ക്വസ്റ്റ്യൻ വന്നിട്ട് അതിന്ന് നമ്മൾ ആ പസിലിന്ന് ആൻസർ എടുത്തെഴുതുക, ആ ടൈപ്പാണ്. അതന്നെ, ക്വസ്റ്റ്യൻ വന്നിട്ട് ആൻസർ എഴുതുന്ന ടൈപ്പ് പസിൽ കേട്ടോ. ഓക്കെ, ഞാൻ എക്സാമ്പിൾ ജസ്റ്റ് ഇംഗ്ലീഷിലൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. There is a room which the ghost afraid of. There is a room which the ghost is afraid of. Living room അങ്ങനെ ക്വസ്റ്റ്യൻ വരും, നമ്മൾ ആൻസർ എഴുതണം. അങ്ങനത്തെ കേട്ടോ. നമ്മള് ബാലരമയിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും, അതിലൊക്കെ മലയാളമായിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, പസിൽസ് ക്വസ്റ്റ്യൻസിനോ അങ്ങനെ സെർച്ച് ചെയ്ത്. പിന്നെ പറഞ്ഞത് ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ്. മിസ് പസിൽസിന് അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ മാത്രം എഴുതിയാൽ മതിയോ? ക്വസ്റ്റ്യൻ ചെയ്ത് ആൻസർ ചെയ്ത അങ്ങനെ 10 എണ്ണം എഴുതണല്ലേ? 10 എണ്ണം അറ്റ്ലീസ്റ്റ് 10 എണ്ണമെങ്കിലും എഴുതണം എന്നാ പറയണത്. അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? ചോദ്യം കടങ്കഥകള് കുസൃതി ചോദ്യങ്ങൾ. ഓക്കെ, അതിന്റെ പിക്ചറും വേണല്ലേ? അതിന്റെ പിക്ചർ വേണ്ട. വേണ്ട. ഈ ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ് എന്ന് പറയുമ്പോ നമ്മള് ഇപ്പൊ എന്താ പറയാ, പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നോൺ വെജും അതേപോലെ തന്നെ മിൽക്കും കഴിക്കാൻ പാടില്ല, പാലും നോൺ വെജും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? നാരങ്ങ അച്ചാറും കൂട്ടല്ലെന്ന് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. വിരുദ്ധാഹാരം കഴിക്കരുത് എന്നുള്ള പറയും. അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. ചൂളം വിളിക്കാൻ പാടില്ല, പാമ്പ് വരും എന്നൊക്കെ. ചൂളം വിളിക്കാൻ പാടില്ല, രാത്രി ചൂളം വിളിച്ചാല് പാമ്പ് വരും. പിന്നെ എന്താണ്, നമ്മള് സോൾട്ടും എന്താണ് ഇഞ്ചിയും കൂടി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എന്താ പറയാ, വയറുവേദനയ്ക്കും അതിനൊക്കെ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അങ്ങനെ പഴയ ട്രഡീഷണൽ നോളജ് പറഞ്ഞ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. പിന്നെ പിക്ചേഴ്സ് വണ്ടർഫുൾ. ഇവിടെയാണ് പിക്ചേഴ്സ് വേസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അറ്റ്ലീസ്റ്റ് വണ്ടർഫുൾ ആനിമൽസ് ആൻഡ് ക്രീച്ചേഴ്സ്, നമ്മള് കാണാത്ത അനിമൽസിന്റെ പിക്ചേഴ്സ് ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കുക, റൈറ്റ് സൈഡിൽ അതിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതാം. ഓക്കെ, നമ്മൾ കാണാത്തത് കേട്ടോ, നമ്മൾ സാധാരണ കോമൺ ആയിട്ട് കാണാത്ത ഇമേജസ് കേട്ടോ. നമ്മൾ കാണാത്ത ഇതുണ്ടാവൂലേ, നമ്മൾ ഓക്കെ കാണാത്തതാണ്. പ്രേയിങ്, നമ്മളിങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുന്ന പുൽച്ചാടിനെ കണ്ടിരുന്നോ നിങ്ങള്? വന്നാ പറയേ നേർച്ചക്കടം വീട്ടാത്തോണ്ടാണ് അത് വരുന്നത് എന്ന് പറയും. അതേപോലെ റെയർ ആയിട്ട് നമ്മൾ കാണാത്തത്. ഓക്കെ, റെയർ ആയിട്ടുണ്ട്, സാധാരണ ക്രീച്ചേഴ്സ് അല്ല. ഫീച്ചേഴ്സ് ഓഫ് വണ്ടർഫുൾ അനിമൽസ് ആൻഡ് ക്രീച്ചേഴ്സ് വിത്ത് ഡീറ്റെയിൽസ്. വണ്ടർഫുൾ ആയിട്ടുള്ള പാണ്ട. ഓക്കെ, എന്താണ് കടലിനടിയിലുള്ള നമ്മൾ കാണാത്ത ഏതെങ്കിലുമൊക്കെ പ്രത്യേകത ജീവികള്? ചില മീനുകൾ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് അതിന് പിടിക്കാനൊക്കെ ചെല്ലുമ്പോ അതൊരു ബോള് പോലെ മുള്ള് ഇങ്ങനെ പൊന്താണത്. ആ ഒരു മീൻ ഏതായിരുന്നത്? ഒരു ഫിഷയുടെ ഞാൻ കണ്ടിട്ടുള്ളത്, റൗണ്ട് നമ്മളിങ്ങനെ വെള്ളത്തിൽ പിടിച്ച് പഫർ ഫിഷ്. അതാണ് തോന്നുന്നത്. അതേപോലത്തെ റെയർ ആയിട്ട് നമ്മൾ കാണുന്നത്, റെയർ ആയിട്ട് കാണുന്ന അനിമൽസ് ക്രീച്ചേഴ്സിന്റെ പിക്ചേഴ്സ് ഒട്ടിക്കാം. ഫുൾ ഡിസ്ക്രിപ്ഷൻ, ഒരു കുറച്ച് ഡിസ്ക്രിപ്ഷൻ പാരഗ്രാഫ് ഹാഫ് പേജ് എഴുതാം. ഓക്കെ, ഡിജിറ്റൽ ഒരു പേജില് 2 എണ്ണം 3 2 ഒക്കെ എഴുതാൻ പറ്റും. 2 എണ്ണം എഴുതാൻ പറ്റും ഇല്ലേ? ഒരു പേജില് നമ്മള് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി ഇതായിട്ട് കേട്ടോ. ദെൻ ഡിജിറ്റൽ പെയിന്റിംഗ്, നിങ്ങൾ ആരെങ്കിലും ഡിജിറ്റൽ പെയിന്റിംഗ് കണ്ടിട്ടുണ്ടോ? അതെന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഷേപ്സ് ഒക്കെ വെച്ചിട്ട് നമ്മള് വീട് വരക്കാതൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്? ഞാനേ എന്റെ ഫോണിലാണ് കിടക്കണത്, റെക്കോർഡ് ചെയ്യാം. ഡിജിറ്റൽ പ്രൊജക്ഷനുള്ള പിക്ചേഴ്സ് കാണുന്നുണ്ടോ? ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യോ മാം? എന്റെ ഫോൺ കാണോ? ഞാനത് എടുത്തിടാൻ വിട്ടുപോയി, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന വിചാരിച്ചു.
ഫോണിലാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാധാരണ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് നിങ്ങൾ തന്നെ ചെയ്താലും മതി. ആ ഒരു പേജ് എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുക. കുഞ്ഞു പിള്ളേർ വരയ്ക്കില്ലേ, ട്രയാങ്കിള് റെക്ടാങ്കിൾ ഒക്കെ വരച്ച്, അല്ലെങ്കിൽ കുഞ്ഞു കളറിൽ നമ്മുടെ മൗസ് ഒക്കെ വെച്ചിട്ട് പൂവൊക്കെ വരയ്ക്കൂലേ. ചെറുപ്പത്തിൽ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് ചെറുപ്പത്തില്. അത് ആ ഡിജിറ്റൽ പെയിന്റിങ് നമ്മൾ എപ്പോഴും ചെയ്താൽ അതേപോലെ തന്നെ ഇരിക്കുള്ളൂ. ആണ്ട് കുഴപ്പമില്ല. ഞാനൊക്കെ ചെയ്തപ്പോ അങ്ങനെയാണ്. അത്ര വലിയ കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് മിസ് MS പെയിന്റിൽ ചെയ്യുന്ന പോലെ അല്ലേ? MS പെയിന്റിൽ നമ്മളിങ്ങനെ പെയിന്റ് ചെയ്യൂലേ, പൂക്കളൊക്കെ വരയ്ക്കണം. അതല്ല, അതിന്റെ ഒരു പ്രിന്റ് എടുക്കാം. നിങ്ങൾ ചെയ്യാം, എന്നിട്ട് അതിന്റെ പ്രിന്റ് എടുക്കാം. ഓക്കെ, ഞാൻ ജിമ്മിലെ കണ്ട ചെയ്തേന്ന് തോന്നുന്നുണ്ട്. അതാണ് ഓർമ്മയിൽ കിടക്കണം. വെജിറ്റബിൾസ് പ്രിന്റ് ചെയ്യാൻ പറ്റുമോ? വെജിറ്റബിൾ പ്രിന്റിംഗ് ആണോ? എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ചെയ്തിട്ട് പ്രിന്റ് തന്നെ എടുക്കണല്ലേ, അല്ലാതെ നമുക്ക് നേരെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ? ഇല്ല, നമ്മൾ ചെയ്തിട്ട് പ്രിന്റ് എടുക്കണം. നമ്മള് MS പെയിന്റിങ് ചെന്നിട്ട് നിങ്ങളൊന്ന് വരച്ചൊക്കെ നോക്ക്. ചെറിയ ഇമേജസ്, കുഞ്ഞു കുട്ടികൾ എങ്ങനെയാണ് പൂക്കൾ വരയ്ക്കും, അതേപോലെ ചിലപ്പോ വീട് വരയ്ക്കും. അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു ഷേപ്പ് ഒക്കെ എടുത്തിട്ട് അവരെന്ത് ചെയ്യും, വീടൊക്കെ വരയ്ക്കാറില്ലേ, അങ്ങനെ ഷേപ്പ് ഒക്കെ എടുത്ത് വീടൊക്കെ വരയ്ക്കാം. എന്നിട്ട് അങ്ങനെ ഒരു മരമൊക്കെ എടുത്ത് വെക്കാം. നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ. നമ്മൾ സാധാരണ എന്താണ് ചെറുപ്പം മുതലേ വരയ്ക്കാൻ പറയുമ്പോ എന്താ വരയ്ക്കുന്നത്, 2 മല വരയ്ക്കും, സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ പൊന്തി വരണവരയ്ക്കും. അതാണ് ഞാൻ വരച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങള് അതൊന്നും വേണ്ട, കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് വരച്ചു. മാം അത് വരച്ചാ മതിയോ? വരച്ചിട്ട് അത് പ്രിന്റ് എടുക്കണം. വരച്ചിട്ട് പ്രിന്റ് എടുത്ത് പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് അല്ല, ആ പ്രിന്റ് ഒട്ടിച്ച് പേസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ഫുൾ ആയിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഡിജിറ്റൽ പെയിന്റിംഗ് ഹെഡിങ് കൊടുത്തിട്ട് ആ പ്രിന്റ് അങ്ങനെ അവിടെ തന്നെ അതിൽ ഒട്ടിച്ച് വെച്ചിരിക്കുക. അതല്ല മിസ്, കമ്പ്യൂട്ടർ സെന്ററിൽ തന്നെ പോയി വരയ്ക്കണല്ലേ, നമുക്ക് വെറുതെ വരച്ചിട്ട് പ്രിന്റ് എടുത്താൽ പറ്റില്ല അല്ലെ? നിങ്ങൾ കാര്യം ചെയ്യും, ഫോണിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും. അതിന്റെ നമ്മള് ഇങ്ങനെയുള്ള പിക്ചർ ഉണ്ടല്ലോ, അത് വരച്ചതാണ്. ഇത് കൊടുത്തിട്ട് അത് വരച്ച് പ്രിന്റ് എടുക്കാൻ പറ്റുമോ? അയാളത് വരച്ചതല്ലേ, ഇത് കൈ കൊണ്ട് വരച്ചതല്ലേ. ഇത് ഞാൻ പറയുന്നത് ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് പറയുന്ന പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ വരയ്ക്കുന്ന പെയിന്റ് തന്നെ വേണ്ടേ? നമ്മൾ ഈ ഓരോ ഷേപ്പ് വെച്ചിട്ട് ഇങ്ങനെ വീടിന്റെ മേൽക്കൂരൊക്കെ ഷേപ്പ് വെച്ച് ത്രികോണൊക്കെ വെച്ചിട്ട് വരക്കൂലേ, അതുപോലെ ഫ്ലവർ വരക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് റൗണ്ട് എടുത്തിട്ട് പിന്നെ സൈഡിലൊക്കെ റൗണ്ട് കൊടുക്കുക. പൂക്കളൊക്കെ വരയ്ക്കുമ്പോ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടാവും. കമ്പ്യൂട്ടറിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫോണിൽ അങ്ങനത്തെ ആപ്പ് ഉണ്ട്. ഫോണിലും അങ്ങനത്തെ ആപ്പ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമാണ്. ഫോണിൽ ചെയ്തിട്ട് അതെന്ത് ചെയ്യാം, അവിടെ സെൻഡ് ചെയ്ത് PDF ഇമേജ് ആക്കിയിട്ട് അത് സെൻഡ് ചെയ്ത് കൊടുത്താൽ സേവ് കൊടുക്കുക, എന്നിട്ട് അത് സെൻഡ് ചെയ്ത് കൊടുക്കാം. ആ ആപ്പ് ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു MS പെയിന്റ് എന്നൊക്കെ പറഞ്ഞു തന്നെ പ്ലേ സ്റ്റോറിൽ കിടപ്പുണ്ടാവും. അപ്പൊ അതൊന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഗുഡ് പെയിന്റിംഗ് ആപ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും നോക്കിയാൽ മതി. പിന്നെ ഓക്കെ, ഇതിനും ഓരോന്നിന് കവർ പേജ് ഒക്കെ കൊടുക്കണോ? കൊടുക്കണം, നല്ലതായിരിക്കും. ഓരോന്ന് ഹെഡിങ് കൊടുത്താലല്ലേ? അത് തന്നെ വേണോ കേട്ടോ. വെഹിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ കാണാത്ത പണ്ടുള്ള മോഡല് വാഹനങ്ങളാണോ ഉദ്ദേശിക്കണത്, അതിപ്പോ ഉള്ളതാണോ? നമുക്ക് ഇപ്പൊ കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാ വെഹിക്കിൾസ്? ഇപ്പൊ ഇതിൽ പറഞ്ഞിങ്ങനെ 5 എണ്ണം പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് കൂടുതൽ ഇമേജസ് കൊടുക്കാലോ അല്ലേ? സൈക്കിള്, ബൈക്ക്, സ്കൂട്ടർ, കാറ്, വാൻ, ഇഷ്ടമുള്ള ട്രെയിൻ ഒക്കെ കൊടുക്കാം കേട്ടോ. മിസ് ഇതിന്റെയൊക്കെ പിക്ചേഴ്സ് മാത്രം ഒട്ടിച്ചാൽ മതിയോ, അതോ എക്സ്പ്ലെയിൻ ചെയ്യാം, എന്തേലും എഴുതണോ? വേണ്ട, പിക്ചേഴ്സ് കളക്ഷൻ ബുക്കാണ്, അത് പിക്ചേഴ്സ് മാത്രം. ഈ പസിൽസ് ക്ലാരിറ്റീസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പിക്ചേഴ്സ് ഒട്ടിക്കാനാണ്. എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ഡൊമസ്റ്റിക് ഇക്വിപ്മെന്റ്സ് എന്ന് വെച്ചാൽ എന്താ? ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടിൽ യൂസ് ചെയ്യാറുണ്ടാവും എക്യുപ്മെന്റ്സ്. കുട്ടികളൊക്കെ നമ്മൾ പഠിപ്പിക്കൂലേ, എന്താ പറയാ, ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മള് മലയാളത്തിൽ പറയുമ്പോ നമ്മള് മൺവട്ടി, അതേപോലത്തെ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഉണ്ടാവില്ലേ, അങ്ങനെയും പറയാം. പിന്നെ നമ്മൾ വീടിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ ഉണ്ടല്ലോ, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സുകൾ, ഫാൻ വേണമെങ്കിൽ പറയാം.
സി അതൊക്കെയാണോ? ഫർണിച്ചർ ഒക്കെ ഉപയോഗിക്കാൻ പറ്റില്ല. വീട്ടുപകരണങ്ങൾ ലെംസെ വീട്ടുപകരണങ്ങൾ വീട്ടുപകരണങ്ങൾ വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ ഒട്ടിക്കാം. നിങ്ങൾ ആ ഇമേജസ് കിട്ടുമോ നോക്കാം. ഇപ്പൊ ഇവിടെ എത്രണ്ണ പറഞ്ഞിരിക്കുന്നത്? 5 പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ഒട്ടിക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. വാഷിംഗ് മെഷീൻ, AC, ഗ്യാസ് സ്റ്റവ്, പിന്നെ എക്യുപ്മെന്റ്സ് റിലേറ്റ് ചെയ്യണ കാര്യങ്ങളെ ക്ലാസ് റൂം എക്യുപ്മെന്റ്സ്. നമ്മൾ ബ്ലാക്ക് ബോർഡ്, ഡസ്റ്റർ, ടേബിൾ ആൻഡ് ചെയർ, ഡസ്റ്റ്ബിന്, പിന്നെ എന്തെന്നാ ക്രാഫ്റ്റ് മെറ്റീരിയൽസ്, അങ്ങനെ. അല്ലേ പറഞ്ഞോടാ? ഓക്കെ മിസ് ചെയ്യണം. ഇനി വേറെ ഒന്നുമില്ലല്ലോ? ക്ലാസ് റൂം എക്യുപ്മെന്റ്സ് എന്താണെന്ന് ചോദിച്ചത് മിസ്. എന്താണ് ക്ലാസ് റൂം എക്യുപ്മെന്റ്സ്? അപ്പൊ അത് മിസ് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ ഓക്കെ മിസ് എന്ന് പറഞ്ഞു. ഓക്കേടാ. വർക്കിങ്ങിന്റെ എന്താണ് 15ാമത്തെ? വർക്കിംഗ് പേഴ്സൺസ് ആണോ? ടീച്ചർ, അതേപോലെ തന്നെ പിന്നെ ആരാണ്? ഫാർമർ, മിലിറ്ററി യൂണിഫോമില് നമ്മളിങ്ങനെ ആ ടോപ്പിക് മാം ശരിക്കും വർക്കിംഗ് പേഴ്സൺസ് എന്നാണോ പറയാ, കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് എന്നല്ലേ മാം പറയാ? വർക്കിംഗ് ഇവര് ഉദ്ദേശിക്കുന്ന ആ വർക്ക് എന്താണ്, അവരെന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അല്ല, ഇപ്പൊ നേഴ്സ്, ഡോക്ടർ എന്ന് പറയണ ഇത് തന്നെ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സ് എന്ന് പറയണതും അതൊക്കെ അല്ലേ വരിക? ഡോക്ടർ, നേഴ്സ്, ഫയർമാൻ. അങ്ങനെ ഇത് നമുക്ക് വർക്കാണ് പഠിക്കുന്നത്. അവരെന്താണ് ചെയ്യണ ജോബ് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ഡോക്ടർ എന്ന് പറയുമ്പോ ആ ജോബ് എന്താണെന്ന് നമുക്ക് പഠിക്കല്ലേ? ഡോക്ടർ എന്നാണ് ആ ജോബ്. അപ്പൊ അതുകൊണ്ട് ജോബാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഡോക്ടറിന്റെ പിക്ചർ ഒട്ടിച്ച് ഡോക്ടറിന് എഴുതിയാൽ മതിയോ? എഴുതാം. പോലീസ്മാന്റെ പിക്ചർ ഒട്ടിച്ചിട്ട് പോലീസ്മാൻ എഴുതാം. ടീച്ചറിന്റെ പിക്ചർ ഒട്ടിച്ചിട്ട് ടീച്ചറിന് എഴുതാം. പിന്നെ ഫാർമർ ഇൻക്ലൂഡ് ചെയ്യാൻ നല്ലതാണ്. കാരണം നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ പോണ കുട്ടികൾക്കൊന്നും കൃഷിക്കാരെ കണ്ടൊരു പരിചയം ഉണ്ടാവില്ല അല്ലെ? അതുകൊണ്ട് കൃഷിക്കാരുടെ പിക്ചേഴ്സ് ഈ ഫോട്ടോയിൽ മാത്രമേ കാണാനുള്ള ഭാഗ്യം അവർക്കുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഫാർമറിന്റെ പിക്ചർ ഒട്ടിച്ചിട്ട് ഫാർമറിന് എഴുതാം. ഓക്കെ മാം, ഈ റിഡിൽസിനെ കുറിച്ച് ഒന്നുകൂടെ പറയോ? റിഡിൽസ് കടങ്കഥകളല്ലേ റിഡിൽസ്? ഇതല്ലേ മിസ്സേ നമ്മളാ എന്താ റെയിംസ് എഴുതിയ സമയത്ത് എഴുതിയ റിഡിൽസ് അല്ലേ? സോങ് ആണ് അത് റിഡിൽ സോങ്. മാം, അത് റിഡിൽ സോങ് ആണെങ്കിലും സോങ്സ് പോലത്തെ ആയിരുന്നല്ലേ കിട്ടിയിരുന്നത്. ഇതുപോലെ ഹൂ ആം ഐ എന്നുള്ള വേർഡ്സ് വരുന്ന പോലത്തെ. ഇപ്പൊ എലഫന്റ് ആണെങ്കിലും ഓരോ അനിമൽസിനെ കുറിച്ച് ഹൂ ആം ഐ അങ്ങനെ വരുന്നതാണ് എനിക്കും കിട്ടിയത്. ഇതൊരെണ്ണം വേറെണ്ണം പറയാട്ടെ. ഞാൻ നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ നോക്ക് കേട്ടോ, ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്ക്. Bat has a face and 2 hands. Bat has a face, 2 hands, but no arms or legs. കാലുകളും ഇല്ല കൈകളും ഇല്ല. എന്താണ്? ഒരു ഫേസ് ഉണ്ട്, പിന്നെ 2 ഹാൻഡ് ഉണ്ട്. ക്ലോക്ക്. അതെ, കറക്റ്റ്. ക്ലോക്ക് ഇട്ടാ. എഴുതിയത് തന്നെയായിരുന്നു. ഇതൊന്നും എഴുതാൻ പാടില്ല, വേറെ പുതിയത് ഞാൻ വായിപ്പിക്കും. അപ്പൊ ഇതൊക്കെ പാടില്ല. റിഡിൽസിനെ പിക്ചർ ഒട്ടിക്കണ്ടല്ലോ? വേണ്ട നിർത്തത്തില്ല. മാക്സിമം 10 എന്നൊക്കെ പറയണം. നിങ്ങൾക്ക് എത്ര കിട്ടും അത്രയും എഴുതണം നല്ലതായിരിക്കും. 15 ആണെങ്കിൽ 15 എണ്ണം, 20 ആണെങ്കിൽ 20 എണ്ണം. പഴഞ്ചൊല്ലുകളൊക്കെ 20 എണ്ണമൊക്കെ എഴുതണം നല്ലതാണ് കേട്ടോ. റൈറ്റ് അറ്റ്ലീസ്റ്റ് 10 പറയണുള്ളെങ്കിലും നമുക്കത് കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നത് ഇഷ്ടമാണ്. കുട്ടികൾക്ക് അത് എന്താ പറയാ, ഇങ്ങനെ ചോദിക്കാണ്, ഇങ്ങനത്തൊക്കെ ചോദിക്കുമ്പോ ആൻസർ ഒക്കെ പറയും ചില കുട്ടികളൊക്കെ. അതൊക്കെ എന്താ പറയാ നല്ലതാ. അപ്പൊ അതുകൊണ്ട് അവരുടെ ജനറൽ നോളജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് റിഡിൽസ്, പസിൽസ് ഒക്കെ. അത് കൂടുതൽ ഇതാണെങ്കിൽ നമുക്ക് പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. മാം, ഈ കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് എന്നല്ല, അപ്പൊ അത് നമ്മൾ ചെറിയ ചെറിയ ഐറ്റംസിന്റെ കളക്ഷൻ ഉദ്ദേശിക്കണേ. അത് എന്താ പറയാ, അത് കളക്ഷൻ ഓഫ് അതിന്റെ തുടർച്ചയായിരിക്കൂലേ 1 2 3 അങ്ങനെ ഇട്ടത് ജീന്റെ ശേഷം? അതെനിക്ക് തോന്നുന്നു ഒരു മിനിറ്റ്, ഡിജിറ്റൽ പെയിന്റിംഗ് വരെ ഉള്ളൂ. അതിന്റെ ശേഷമല്ലേ ജീന്റെ ശേഷം അതിന്റെ പിക്ചേഴ്സ് ഡിജിറ്റൽ പെയിന്റിംഗ് എഫ് വരെ ഉള്ളൂ കേട്ടോ. എനിക്ക് മിസ്റ്റേക്ക് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് പിള്ളേരെ നോക്കി.
അത് ഹെഡ്ലൈൻസ് ആയിരിക്കും. അടുത്ത ഹെഡിങ് ആണ് ട്ടാ. അടുത്ത സബ് ഹെഡിങ് ആണ് കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ്. അതിന് താഴെയാണ് 1 to 15 വരെ വന്നത് ട്ടാ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആ സ്റ്റോറി തന്നിട്ടില്ലേ, എനി അതർ സ്റ്റോറി പറഞ്ഞിട്ട് പിന്നെ മൈം സ്ക്രിപ്റ്റും ഡ്രാമയാണെന്ന്. പക്ഷെ ഞങ്ങൾ എല്ലാരും എനി അതർ സ്റ്റോറി പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറി എഴുതിച്ചു. അത് കുഴപ്പമില്ല, ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോളാം. നോക്കട്ടെ ഇനി അത് അതെവിടെയാണ് അതിലുണ്ട് എനി അതർ സ്റ്റോറി. ഡ്രാമ സ്ക്രിപ്റ്റ്, മൈം, വേറെ സ്റ്റോറീസ്. സ്റ്റോറി കണ്ടപ്പോ ഞങ്ങൾ എല്ലാരും അത് 3 എഴുതിയാൽ മതിയല്ലോ. ഒന്ന് അങ്ങനെയല്ലേ? ഞാൻ അങ്ങനെ കുഴപ്പമില്ല. മാം ഒരു മിനിറ്റ്, ഈ നോവലും മൈമും ഇത് 3 എഴുതണ്ടേ? ആ 3 എഴുതണം. ടീച്ചർ മാം അതിന്റെ പിക്ചർ വേണോ? പിക്ചേഴ്സ് മാക്സിമം പിക്ചർ ഒട്ടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഒട്ടിക്കാൻ നല്ലതായിരിക്കും. മൈമിനൊക്കെ ചിലപ്പോ പിക്ചേഴ്സ് കിട്ടണമെന്നില്ല, അപ്പൊ അത് വേണ്ട. ഇനി അതർ സ്റ്റോറീസിലാണ് നോവല്, ഡ്രാമ സ്ക്രിപ്റ്റ്, മൈം സ്ക്രിപ്റ്റ് ഒക്കെ വന്നത്. അങ്ങനെയല്ലേ? ഞങ്ങളൊരു വേറൊരു സ്റ്റോറി എഴുതിച്ച്. ഞാൻ ചെക്ക് ചെയ്തോളാം. നല്ലതല്ലേ? ഓക്കെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് തിരുത്താനും ഒന്നിനും നിൽക്കണ്ട, കാരണം കുഴപ്പമില്ല. നോവൽസ്, ഡ്രാമ സ്ക്രിപ്റ്റ്, മൈം. ഓക്കെ. പിന്നെ ദേ ഇവിടെ വന്ന മിസ്റ്റേക്ക് രണ്ടാമത്തെ സബ്ബാണ്. അവര് ടൈപ്പ് ചെയ്തതിന്റെ പ്രശ്നം തോന്നുന്നത്. മൈ കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് ആണ്. ബാക്കിയുള്ള 15 ഐറ്റംസ് അതൊന്ന് ചെക്ക് ചെയ്യും. ഇല്ലെങ്കിൽ ചെറിയ ചെറിയ ഐറ്റംസ് ഇത് കണ്ട് കളയണം. PDF ആയതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരു റെക്കോർഡിലല്ലേ? എന്താണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു റെക്കോർഡിൽ മതി കേട്ടോ. മൈ കളക്ഷൻ ബുക്കും മാം എന്നാ സബ്മിറ്റ് ചെയ്യണ്ടത്? സബ്മിറ്റ് ഡേറ്റ് നിങ്ങൾ പറയണ്ട, ഞാൻ പറയില്ല. ഡേറ്റ് നോക്കിക്കോ എന്നത്തേക്ക്. ഇന്നിപ്പോ 16th 12th. ചോദിക്കട്ടെ, ഈ ഇല്ലേ ആനിമൽ ഓർ ക്രിയേച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ്, അപ്പൊ ആനിമലിന്റെ ഒരു ഫോട്ടോ ഒട്ടിച്ചിട്ട് അതിനെ കുറിച്ച് എഴുതാണ് വേണ്ടത്? റെയർ ആയിട്ടുള്ള അനിമൽസിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതണം. എന്ന് പറയുന്നതില് ബാക്കിയുള്ള അനിമൽസ്, വൈൽഡ് അനിമൽസ്, ഡൊമസ്റ്റിക് അനിമൽസിന്റെ ഒക്കെ പേര് മാത്രം മതി. അത് കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് മാത്രം കളക്ട് ചെയ്യാനേ പറയണുള്ളൂ. പിന്നെ അതിന്റെ നെയിമും മാത്രം നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ഡേറ്റ് നോക്കി, ഡേറ്റ് പറഞ്ഞ എന്നത്തേക്ക് സബ്മിറ്റ് ചെയ്യുമെന്ന്. വണ്ടർഫുൾ ആനിമൽസിലുള്ള ആ ടോപ്പിക്കിൽ നമുക്ക് ഇൻസെക്ട്സ് എന്നുള്ളൊരു ടോപ്പിക് ഇതിൽ തന്നിട്ടില്ലല്ലോ. അപ്പൊ ഇൻസെക്ട്സ് ഒട്ടിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ എല്ലാ ടൈപ്പിലുള്ള അനിമൽസ് ഉണ്ടല്ലോ, അപ്പൊ ഇൻസെക്ട്സും തന്നിട്ടില്ല. അപ്പൊ വാട്ടർ ആനിമൽസ് അങ്ങനെയൊന്നും തന്നിട്ടില്ലല്ലോ. ക്രീച്ചേഴ്സ് എന്ന് പറയുമ്പോ ഏത് തരം ഇതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്താണ് ഒരു മിനിറ്റ്, ഒരാള് പറയാം. മാം ലേറ്റ് ആയിട്ട് കഴിയുന്നുണ്ട്. ഈ പ്രോവർബും പസിൽസും ഒന്നും മനസ്സിലായില്ല. അത് രണ്ടൊന്ന് പറഞ്ഞുതരൂ. പഴഞ്ചൊല്ലുകളോടോ ഇംഗ്ലീഷിൽ കേട്ടിട്ടുള്ള പഴഞ്ചൊല്ലുകളും കടങ്കഥകളൊക്കെ ഇല്ലേ? എക്സാമ്പിളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് തന്നെ എടുത്ത് എഴുതി വെക്കും. അതുകൊണ്ടൊന്നും പറയാതെ. പസിൽസിന്റെ ഒരു എക്സാമ്പിൾ ഒന്ന് പറയോ? പറഞ്ഞതൊന്നും എഴുതില്ല, അതെങ്ങനെയാന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. പസിൽസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം പസിൽസ് ക്വസ്റ്റ്യൻ ചോദിക്കും, ആ ക്വസ്റ്റ്യൻ ആൻസർ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പറയുമ്പോ മലയാളത്തിലെ ഒരു കുസൃതി ചോദ്യം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് മനസ്സിലായിട്ടില്ല, ഒരെണ്ണം പറഞ്ഞിരുന്നു. പിതാവിന്റെ നീതിബോധം എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ പിള്ളേര്? പസിൽസ് ഉണ്ടായാലുണ്ട് കടങ്കഥയല്ല, എന്താ പറയാ, കുസൃതി ചോദ്യങ്ങള്. ദൈവപിതാവ് തന്റെ പൊന്നോമനെ സംരക്ഷിക്കാൻ തിരഞ്ഞെടുത്തത് മരുപ്പണിക്കാനായി യൗസേപ്പിനെയാണ്. കന്യകാമറിയം നന്മ നിറഞ്ഞവളായിരുന്നെങ്കിൽ യൗസേപ്പ് നീതിമാനായിരുന്നു. വിവാഹം നിശ്ചയം ചെയ്തിരിക്കെ ഗർഭിണിയായി കാണപ്പെട്ട മറിയത്തെ എല്ലാവരും കുറ്റപ്പെടുത്തപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു. ദൈവത്തിന് ഒഴിവിരിക്കെ യൗസേപ്പ് ഒരിക്കലും മറിയത്തെ കുറ്റപ്പെട്ടു. ഇപ്പൊ എന്താ സൗണ്ട് ഇങ്ങനെ വന്നോണ്ടിരുന്നേ? ആരോ പ്രയർ ചൊല്ലണ പോലെ എനിക്കങ്ങനെ തോന്നി.
സോറി മാം. മാം ഇത് ഏതാ എഴുതണ്ടെന്ന് പറഞ്ഞത്? എന്താണ് ഇതില് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് പറയോ? അതെടാ, നമ്മൾ ഈ ഒരു ഞാനിപ്പോ ഇട്ടിരിക്കുന്ന PDF വേണ്ട, PDF മൈ കളക്ഷൻ ബുക്ക് എന്നുള്ളതാണ് A മുതൽ F വരെ. അത് കഴിഞ്ഞിട്ട് ഈ G എന്നൊരു ടൈപ്പ് ചെയ്തേക്കാൻ വന്നിട്ടില്ലേ, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അത് രണ്ടാമത്തെ ഈ 1ന്റെ തന്നെ രണ്ടാമത്തെ സെഷൻ ആണ്. 1A എന്നൊക്കെ പറയൂലേ, അടുത്ത ഹെഡിങ് ആണ് മൈ കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് എന്ന് പറയുന്നത്. എന്നിട്ടാണ് ഈ 1 to 15 അതിന്റെ അടിയിൽ വരുന്ന സബ് പോയിന്റ്സ് ആണ്. ഇതെല്ലാം എഴുതണോ? ഏത് ഇതെല്ലാം കംപ്ലീറ്റ് ആക്കണോ? ഇതെല്ലാം കംപ്ലീറ്റ് ആക്കണം. പിക്ചേഴ്സ് ഒട്ടിക്കാനല്ലേ 1 to 15 പിക്ചേഴ്സ് മാത്രം ഒട്ടിക്കാനുള്ളൂ. പിന്നെ കുറച്ച് വർക്കുള്ളത് ആ പസിൽസും പിന്നെ പ്രോവർബ്സും പഴഞ്ചൊല്ലും കടങ്കഥയൊക്കെ കണ്ടുപിടിക്കാനാ. പിന്നെ ട്രഡീഷണൽ നോളജ് ഫ്രം എൽഡേഴ്സ് കുറച്ച് ഇത്തിരി കണ്ടുപിടിച്ച് എഴുതാനുണ്ട്. ബാക്കിയൊക്കെ സിമ്പിൾ ആണ് അല്ലേ? അപ്പൊ ഈ കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് എന്നുള്ളത് കവർ പേജിൽ കൊടുക്കുക അല്ലേ? കവർ പേജിൽ രണ്ടാമത്തെ ഹെഡിങ് പോലെ കൊടുക്കണം. മൈ കളക്ഷൻ ബുക്ക് രണ്ടാമത്തെ ഹെഡിങ്. പറഞ്ഞു രേഷ്മ. ജനുവരിയിലാണ് ഡേറ്റ്. ജനുവരി എല്ലാരും കൂടെ ഡേറ്റ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ജനുവരി 6th ഓക്കെ ആണോ? ജനുവരി 2nd വീക്ക് മതിയില്ലേ മിസ്? മാം ജനുവരിയിൽ എക്സാം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, ഉണ്ടോ? ജനുവരി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അല്ല, ജനുവരിയിലാണ് എക്സാം വരാന്ന് പറഞ്ഞിരുന്നു ഇതിനു മുമ്പ്. ഇല്ല മാം, ഫസ്റ്റ് മൊഡ്യൂള് കംപ്ലീറ്റ് ആവുമ്പോഴേ ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞേ. നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടുന്ന് ഇൻഫോം ചെയ്യൂ കേട്ടോ. ആ ഡേറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങള് ഇവിടുന്ന് ഇൻഫോം ചെയ്യും. എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അതിനെ കുറിച്ചിട്ട്. ഒരു ഡേറ്റ് തരുമോ? കാരണം ഇനിയിപ്പോ ക്രിസ്മസ് വെക്കേഷൻ ആവുമ്പോ മക്കളും വൈകുന്നേരം തിരക്കും. വെക്കേഷൻ ഞാനെന്നാ 6th ആണ് എനിക്ക് തോന്നുന്ന ഡേറ്റ്. ജനുവരി 6th കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ മിസ് എന്താണെന്നറിയോ, 2nd വീക്കിലേക്ക് മാറ്റും മിസ് ജനുവരി. ഓക്കെ, ജനുവരി 2nd വീക്ക്. സെക്കൻഡ് വീക്ക് മൺഡേ ആണ് പറയുന്നത്. ഫസ്റ്റ് മൺഡേ സെക്കൻഡ് മൺഡേ ജനുവരിയിലെ സെക്കൻഡ് മൺഡേ ആണ് 13 ജനുവരി 2005. താങ്ക് യു മിസ്. ഓക്കെ കാരണം ഞങ്ങൾ ഇംഗ്ലീഷിൽ എഴുതിയതുപോലെ തന്നെയല്ലേ? ഇംഗ്ലീഷിലാണ് എഴുതേണ്ടത്. ഇതൊന്നും മലയാളത്തിൽ അല്ല, റിഡിൽസ് ഇംഗ്ലീഷിൽ എഴുതിയ പോലെ തന്നെയല്ലേ ഇതിൽ എഴുതേണ്ടത്? റൈമിംഗ് സോങ്സ് അല്ലേ നമ്മൾ എഴുതിയത്? ഇംഗ്ലീഷിൽ എവിടെ എഴുതിയത്? മിസ്സേ, ഈ റെഡിൽസ് ഇല്ലേ, അത് റെഡിൽ സോങ് പറഞ്ഞ സമയത്ത് എഴുതിയ സംഭവം തന്നെയാണ് ഇതിന് എഴുതാൻ പറ്റുക. കാരണം അത് സോങ് ആയിട്ടല്ലല്ലോ, റെഡിൽസ് പറയണ അതല്ല എഴുതിയിരുന്നത്. അപ്പൊ അതന്നെയല്ലേ ഇതിന് വരിക. മാം സോങ്സ് റിഡിൽസ് സോങ്സ് കിട്ടിയിട്ടില്ല. ചോദിക്കുന്ന രീതിയിലല്ലേ റിഡിൽ സോങ് ഉണ്ടായിരുന്നത്? അതന്നെ മാം, അതായത് റൈംസിൽ എഴുതുമ്പോൾ സോങ്സ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഹൂ ആം ഐ എന്നുള്ള ആ ഒരു മെത്തേഡിൽ തന്നെ ടീപോട്ട്, ക്ലോക്ക്, ആനിമൽസിനെ കുറിച്ചൊക്കെ ഇഷ്ടംപോലെ റിഡിൽസ് യൂട്യൂബിലുണ്ട്. പക്ഷെ അത് സോങ്സ് രൂപത്തിലല്ല, ഒരു 3-4 ലൈൻസ് ആയിട്ടാ വരുന്നത്. 10 എഴുതാനില്ലേ എന്തായാലും? അപ്പൊ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ മിസ്. സെയിം തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? മാം ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് എന്താണ്? ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് താജ്മഹൽ, റെഡ് ഫോർട്ട് ഒക്കെ പിക്ചർ മാത്രമല്ല, വേറെ ഹിസ്റ്റോറിക്കൽ ഒക്കെ പറ്റൂലേ? ഇന്ത്യ ഗേറ്റ്, ഇന്ത്യ ഗേറ്റ്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാ? താജ്മഹൽ, ചെങ്കോട്ട, ഗോൾഡൻ സിറ്റി, അമൃത്സർ. ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ്.
രാജ്ഗാഡ് നാച്ചുറൽ തിങ്സ് എന്താ വരാ? നാച്ചുറൽ തിങ്സ്, റെയിന്, ഓഷ്യൻ, പിന്നെന്താ സ്റ്റാർ, സണ്ണ്, സ്റ്റാർസ്, അതൊക്കെ ഓക്കെയാണ് നാച്ചുറൽ തിങ്സ്. നമ്മള് മേഡ് ചെയ്യാത്തത് റിവർ, ട്രീസ്, വാട്ടർഫോൾസ്. ഓക്കെ, പ്ലാനറ്റ്സ് ഒക്കെ പറ്റുമോ? എന്താണ്? പ്ലാനറ്റ്സ് പറ്റും, സ്റ്റാറും മൂണൊക്കെ പറ്റുമോ? കുഴപ്പമില്ല. നമ്മള് എന്താ പറയാ, സ്കൈ കൊടുത്താൽ മതി. സ്റ്റാർ മൂൺ നൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, നൈറ്റില് സ്കൈ കൊടുത്താൽ മതി. നാച്ചുറൽ തിങ്സ് കേട്ടോ. എന്തോരം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നു അത്രയും ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഒരു 5 പറയാനുള്ളൂ, മിനിമം 5 എന്നേ പറയാനുള്ളൂ, മാക്സിമം നമ്മള് പറയുന്നില്ല. ഈ ട്രഡീഷണൽ നോളജ് മിസ് ഇത് മേലുള്ളത് ഫുള്ള് എഴുതാനും താഴെ ഉള്ളത് ഫുള്ള് പിന്നെ പിക്ചർ ഒട്ടിക്കാനും അങ്ങനെയല്ല ഇപ്പൊ ഇത് വന്നിട്ടുള്ളത്. എ മുതൽ ഇ വരെ ഫുള്ള് എഴുതാന്. അങ്ങനെയല്ല, എ മുതൽ ഡി വരെ അല്ലെ, ഡി വരെ എഴുതാനുള്ളതാണ്. ഇയില് പിക്ചേഴ്സും ഒട്ടിക്കണം, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുകയും വേണം. എഫ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ പെയിന്റിംഗ് ആണ്, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഡൗട്ട് ഒന്നും ഇല്ലാതെ നിങ്ങൾ ചെയ്തോളില്ലേ? പസിൽ സോങ് അല്ല, പസിൽസിന്റെ ഒന്നുകൂടി ചോദിക്കട്ടെ. അത് നമ്മൾ ബോക്സ് വരച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, ആ ബോക്സിൽ ഇത്ര ലെറ്റേഴ്സ് വന്നിട്ടുള്ള അങ്ങനെയാണോ അതിന്റെ ആൻസർ? ആ ലെറ്റേഴ്സ് എനിക്ക് മാറിപ്പോയതാണ്. കാരണം എന്താണെന്നറിയാവോ, ഞാൻ പസിൽസ് നിങ്ങൾക്ക് അടുത്തത് നെക്സ്റ്റ് റെക്കോർഡായിട്ട് പസിൽസ് എടുക്കാൻ, പസിൽസ് ആൻഡ് അതർ കിഡ്സ് ആക്ടിവിറ്റി ബുക്ക് ഉണ്ട്. ജസ്റ്റ് എനിക്ക് മീൻസ് അതായിട്ട് ഇതായി പോയതാണ്, കൊളൈഡ് ആയി പോയതാണ്, എന്താ മാറിപ്പോയതാണ്. പസിൽസ് അങ്ങനത്തെ അല്ല, നമ്മള് കടങ്കഥകളില്ലേ, നമ്മളിപ്പോ മലയാളത്തിലൊക്കെ എന്തോരം കടങ്കഥകളുണ്ട്. അതേപോലത്തെ ഇംഗ്ലീഷിലുള്ള കടങ്കഥകളല്ല, കുസൃതി ചോദ്യങ്ങളും. ഞാൻ പറഞ്ഞല്ലോ ഒരു പസിലിന് എക്സാമ്പിൾ പറഞ്ഞല്ലോ, എന്നിട്ട് ആരാണ് പിങ്ക് കുസൃതി ചോദ്യങ്ങൾ ഉത്തരമായിട്ട് വരുന്ന അങ്ങനത്തെ പസിലാണോ? നിങ്ങൾക്ക് ആരെങ്കിലും നോക്ക്, എന്താ ഐ ആം സൈലന്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് ലെറ്റർ പറയും, ഹു ഐ ആം. അതൊക്കെ തന്നെയാണ് പസിൽസ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ, പസിൽസ്. അത് റീഡിൽസ് അല്ലേ? ഹുവയാൻ വരുന്ന ക്വസ്റ്റ്യൻ വരുന്നത് റീഡിൽസ്. റിഡിൽസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ്, കടങ്കഥകളാണ്. മറ്റേ സോങ്ങിലായിരുന്നു ഹു ഐ ആം ചോദിച്ചത്. പസിൽസിലും അങ്ങനെ എഴുതാം, സെയിം ഏകദേശം ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് വരുന്നത് രണ്ടും. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കിട്ടും. പട്ടോ അതിൽ കൂടുതൽ എഴുതാൻ നല്ലതായിരിക്കും. മാം, ഡൊമസ്റ്റിക് അനിമൽസിന്റെ പിക്ചർ പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ. എന്താണ് ഡൊമസ്റ്റിക് അനിമൽസിന്റെ ഒക്കെ അതിന് താഴെയുള്ളതൊക്കെ? അപ്പൊ അത് ലൈൻ ഇല്ലാത്ത ഭാഗത്ത് മാത്രം പേസ്റ്റ് ചെയ്യുക, ലൈനുള്ള ഭാഗം വെറുതെ ഇരിക്കുക, അങ്ങനെയാണോ ചെയ്യണ്ടേ? എല്ലാവരുടെ ബുക്കും അതേപോലെയാണോ, ലൈനുള്ളതും ഇല്ലാത്തതും? ഞങ്ങള് ഒരുമിച്ച് വാങ്ങി എല്ലാതും. അപ്പൊ ലൈൻ ഇല്ലാത്ത രണ്ട് സൈഡിലും പേസ്റ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ. എന്നിട്ട് കൂടുതൽ ഇമേജസ് പേസ്റ്റ് ചെയ്യണം കേട്ടോ, രണ്ട് സൈഡിലും പേസ്റ്റ് ചെയ്യാലോ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ഷീറ്റ് വാങ്ങിക്കുമല്ലോ, നിങ്ങൾ ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് പറഞ്ഞ ഷീറ്റ് ആയിരിക്കുമല്ലോ വാങ്ങിക്കുന്നത്. അതങ്ങനെ ഒട്ടിച്ചാ മതി അല്ലേ? അത് അതിലുള്ള അനിമൽസ് ഒക്കെ ഒട്ടിച്ചൊരു 8 or 10 നിങ്ങൾ ഇഷ്ടം പോലെ ഒട്ടിച്ചു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കിട്ടും, വാങ്ങിക്കാനായിട്ട്. കിട്ടാത്ത ഡിജിറ്റൽ പെയിന്റിങ് മാത്രമാണ് നമ്മൾ ചെയ്ത് എടുക്കേണ്ടതുള്ളൂ കേട്ടോ. മിസ്സേ, അത് അങ്ങനെ വാങ്ങിയ ഷീറ്റ് ഒട്ടിച്ചാൽ മതിയോ? അത് വെട്ടിയിട്ട് അതിന്റെ പേര് ഏതൊന്നും വേണ്ട? പേരൊക്കെ അപ്പൊ അതില് ചിലപ്പോ പേരുണ്ടാവും, നിങ്ങളത് നോക്കണ്ട. അതിന്റെ താഴെ നിങ്ങൾ നല്ല ഭംഗിയില് പെന്നൊക്കെ യൂസ് ചെയ്ത് ആ പേരങ്ങനെ എഴുതിക്കോ. പേരല്ല മാം, ഞാനൊരു പസിലിന്റെ മോഡൽ കാണിച്ചു തരട്ടെ, ഇതാണെന്ന് നോക്കുവോ? നോക്കാം കേട്ടോ. പത്രത്തിലാണോ നോക്കട്ടെടാ? ഇത് എന്റെ മോന്റെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. നോക്കട്ടെ, ഇംഗ്ലീഷിലാണ് തോന്നുന്നത്. എത്രയല്ല, 6th അയ്യോ,
ഇനി പിൻ ചെയ്യാൻ നോക്കിയതാണ്, അതിനെ മ്യൂട്ട് ആക്കി തോന്നുന്നുണ്ട് കേട്ടോ. സോറി. ഇതിങ്ങനെ മോളില് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അന്ന ഈസ് സ്മോൾ ബട്ട് ദ ബോയ് ഈസ് ഡാഷ് കൊടുത്തേക്കണ്. ആ ഡാഷിന്റെ അവിടെ നമ്മൾ ബിഗ് എന്ന് എഴുതിയിട്ട് പസിൽ നമ്മൾ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് റൈറ്റിലേക്ക്. കാണുന്നുണ്ടോ? കാണാടാ. ആ ഇങ്ങനത്തെ അല്ലേ മിസ് എന്നോട് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് അല്ലേ എഴുതണ്ടേ? ഇതിപ്പോ പക്ഷെ അവരുടെ അവരുടെ ക്ലാസ്സിൽ ഇപ്പൊ ചിലപ്പോ എന്താ പറയാ ആ ഒരു പോർഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യണ പസിലല്ലേ ഇപ്പൊ ഇത്. നമുക്ക് കോമൺ ആയിട്ടുള്ള പസിൽസ് മതി. ഇതുപോലെ സംഭവം എഴുതേണ്ടത് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അടിയിലേക്ക് മോളിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ബോക്സ് ഒന്നും വരയ്ക്കണ്ടല്ലോ മിസ്. ക്വസ്റ്റ്യൻസ് മാത്രം വന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓടും കുതിര ചാടും കുതിര. ബോക്സ് വേണ്ട വേണ്ടാടാ. നമുക്ക് ബോക്സിന്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ബോക്സിന്റെ പസിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ല, കുറച്ച് കഴിയും. അടുത്ത റെക്കോർഡ് അങ്ങനത്തെയാണ്. അപ്പൊ അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ അല്ല കേട്ടോ. ഇങ്ങനത്തെ അല്ല അല്ലേ? എന്റെ അടുത്ത് പ്രീവിയസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ അതിൽ എന്താ എഴുതുന്നൊന്ന് വായിച്ചു തരും ഒരെണ്ണം. ഓക്കെ, ഡേറ്റ് ആണ് വേണ്ട. ഡേറ്റ് ആണ് പസിലല്ലേ വായിക്കണമെന്ന് പറഞ്ഞിട്ട്. ഇഫ് യു റിമൂവ് എ ലെറ്റർ ഫ്രം ദ വേർഡ് ഫോൾഡ്. നമ്മള് ഫോൾഡ് എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് ലെറ്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അത് ഒരു വേർഡ് റിമൂവ് ചെയ്യുമ്പോ യു ഗെറ്റ് ദ വേർഡ് ദാറ്റ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ്. താഴെ പറയുന്ന സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വേർഡ് കിട്ടും. ഐ ആം 9 years ഡാഷ്. FOLD. എഫ് മാറ്റാം. അപ്പൊ നമുക്ക് ആ അടുത്ത സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വേർഡ് കിട്ടും. അപ്പൊ കൊച്ചു പറഞ്ഞത് കറക്റ്റ് ആണ്. പക്ഷെ അതെന്താന്ന് വെച്ചാല് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ കഥാഭാഗമായിട്ട് റിലേറ്റ് ചെയ്യണ പസിലായിരിക്കും അതിന്റെ ആ ചാപ്റ്ററിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇതാവില്ല. കോമൺ ആയിട്ട് ചോദിക്കണമെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഐ ആം 9 years. പിന്നെ വേണ്ടത് എന്താണ്? ഓൾഡ് എന്നാ വേണ്ടത്. അങ്ങനത്തെ പസിൽസ് ഇല്ലേ? അതേപോലെ തന്നെ ഇന്ന് ബുധനാഴ്ചയാണ്. അപ്പോ അങ്ങനെ ചോദിക്കില്ല. ഡേറ്റ് വെച്ചിട്ട് വെനസ്ഡേ ഫ്രൈഡേ ഒക്കെ വെച്ചിട്ട് ഇന്ന ഡേറ്റ് എന്തായിരിക്കും, എന്നാണ് ആ ഡേറ്റ് എന്നൊക്കെ ചോദിക്കാൻ ടൈപ്പ് ഓഫ് പസിൽസ് PSC ഒക്കെ ചോദിക്കാറുണ്ടല്ലോ ഡേറ്റ് വെച്ചിട്ട്. മാം അതിന് ശരിക്കും മെന്റൽ എബിലിറ്റി മാം പറയാ. അങ്ങനെയല്ല, കുറച്ച് ഡേറ്റ്. എന്റെ മോളുടെ മാത്സ് ചാപ്റ്ററിലൊക്കെ ഉണ്ട് മാം പറഞ്ഞ പോലെ മന്ത്സും വീക്സും ഡേയ്സ് ഒക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ അത് മെന്റൽ എബിലിറ്റി റീസണിങ്ങിനൊക്കെ പെടുക. അങ്ങനത്തെ ഏതെങ്കിലും ഒക്കെ ഓരോന്ന് ആ ടൈപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. കോമൺ ആയിട്ട് വന്നത് കേട്ടോ. മാം ഞാനൊന്ന് പറയട്ടെ. ഞാനിപ്പോ ക്രോമിൽ നോക്കിയപ്പോ കിട്ടിയതാണ്. ഇങ്ങനെയാണോ? ഐ ആം എ പേഴ്സൺ, ഐ ആം എ ഫ്രൂട്ട് ആൻഡ് ഐ ആം എ ബേർഡ്, വാട്ട് ആം ഐ? അതാണോ? അങ്ങനെയാണോ? അത് റെഡിലല്ലേ? റൈഡിൽ പറയുമ്പോ കടം കഥകളല്ലേ? ഇത് കടം കഥ അല്ലല്ലോ. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, അതിനൊരു ആൻസർ. അങ്ങനെ ആൻസർ ചെയ്യണം. രണ്ടും തമ്മിൽ ഇത്തിരി വ്യത്യാസമുണ്ട് പിള്ളേരെ. റിഡിൽസും പസിൽസും തമ്മില്. There are 2 ducks in front of a duck, 2 ducks behind a duck. ഇതാണ് പസിൽസ്. നമുക്ക് എന്താ പറയാ, കുസൃതി ചോദ്യങ്ങളായിരിക്കും. നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ആൻസർ കണ്ടുപിടിക്കാൻ ഇത്തിരി പാടാണ്. കുറച്ച് ബുദ്ധിയൊക്കെ വേണം. There are 2 ducks in front of a duck. 2 ducks behind. There are 2 ducks in front of a duck, 2 ducks behind a duck. അതാണോ? അങ്ങനെ 3 എഴുതിയിട്ടുള്ളത്. 3 5 people were eating apples. A finished before B but behind C. D finished before E but behind B. What was the finishing order? എനിക്ക് പസിൽസ് പിങ്കി ആൻസർ പറയും. കറക്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ പിങ്കി ആൻസർ പറയും. പിങ്കി പറഞ്ഞേ. അയ്യോ, എനിക്ക് അങ്ങനെ അറിയില്ല. സിമ്പിൾ ആയത് മാത്രമേ അറിയുള്ളൂ. ഇംഗ്ലീഷിലാവുമ്പോ നമുക്കൊന്ന് ആലോചിക്കാൻ ഇത്തിരി ടൈം എടുക്കും. ഇത്തിരി പാടാണ്. എനിക്ക് പസിൽസ് അധികം ഇഷ്ടമല്ല. ഞാൻ അതേപോലെ കടുക്കഥകളൊന്നും ആരും ചോദിച്ചിട്ട് ആൻസർ ഒന്നും പറയാറില്ല. തെറ്റിപ്പോന്നുള്ള പേടിയാണോ എന്ന് അറിഞ്ഞൂടാ. ഇഷ്ടമല്ല.
കൊറേ ഇങ്ങനെ ഞങ്ങള് കേട്ട് പഠിച്ചിട്ടൊക്കെ പറയും. ഒന്നുമില്ല. ഒന്നിട്ട് പറഞ്ഞു ഈ ടൈപ്പ് അല്ലേ ഇങ്ങനത്തെ 10 എഴുതിയ പോരെ? ആ ഇതുപോലെ തന്നെ പസിൽസ് കേട്ടോ. ഓക്കെ മിസ്. ഇതാണ് പസിൽസ്. ഓക്കെ ഓക്കെ ഏകദേശം എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയാലോ? ധാരണ കിട്ടി. പക്ഷെ ടൈമാണ്. ഇതൊക്കെ ഫോട്ടോ അങ്ങനെ കളക്ട് ചെയ്ത് ഒട്ടിച്ച് വരണ്ടേ? വലിയ കളക്ഷൻ ഓഫ് സ്മോൾ പിക്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് അത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ തന്നെ കിട്ടും. അത് അധികം ടൈം ഒന്നും വേണ്ട. ജസ്റ്റ് ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ മൊത്തം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കട്ട് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, വേറെ പ്രശ്നമൊന്നുമില്ല. ബാക്കിയുള്ളതൊന്ന് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അത് എന്ത് ചെയ്യുക, എഴുതി കംപ്ലീറ്റ് ചെയ്താൽ മതി. എളുപ്പമാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് സാധാരണ ജസ്റ്റിസിലൊക്കെ കൊടുക്കണമെങ്കിൽ ഏറ്റവും ഫസ്റ്റ് കൊടുക്കണ എന്താണ് റെക്കോർഡാണിത്. മൈ കളക്ഷൻ ബുക്കാണ് എല്ലാവരും ആദ്യം കൊടുക്കുന്നത്, സിമ്പിൾ ആയതുകൊണ്ട്. ഞാൻ പിന്നെ ഇത്തിരി പാടുള്ളതാണ് തരട്ടെ, എന്നിട്ട് നിങ്ങൾ ഇതിലേക്ക് വരട്ടെന്ന് വിചാരിച്ചിട്ടാണ്. സിമ്പിൾ ആണിത്. സിമ്പിൾ ആണ്. ഡൊമസ്റ്റിക് ആനിമൽസിന്റെ പിക്സ് ഇപ്പൊ കടയിൽ ചെന്നാൽ തന്നെ അതിന്റെ ഒരു ഷീറ്റ് തരും. നമുക്ക് പ്രിന്റ് എടുക്കേണ്ട ആവശ്യമില്ല. വൈൽഡ് ആനിമൽസിന്റെ പിക്സ് പറഞ്ഞു. മാം ഡിഫറെന്റ് ഐറ്റംസ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഏതാണ് ഡിഫറെന്റ് ഐറ്റംസ് എന്ന് പറയുന്നത്? ഹെഡിങ് ആണ്. ഹെഡിങ് ആണ്. എടാ എഫ് വരും ഹെഡിങ് ആണ്. അടുത്ത 1 2 3 ഹെഡിങ് ആണത്. കളക്ഷൻ ഓഫ് സ്മോൾ അങ്ങനെ വന്നിട്ടില്ലേ? വരച്ചിട്ടില്ലേ? അവിടെ വെച്ച് കംപ്ലീറ്റ് ആ. ഒരു നീല കളറിലുള്ള ലൈൻ വന്നിരിക്കുന്നുണ്ട്. അത് പ്രിന്റ് ുള്ളത് ഹെഡിങ് ആണ്. ജീന്ന് ടൈപ്പ് ചെയ്തപ്പോ വന്ന മിസ്റ്റേക്ക് ആണ് മക്കളെ. വീണ്ടും ഡിഫറെന്റ് ഐറ്റംസ് ഒന്നും കളക്ട് ചെയ്ത് വെക്കല്ലേ കേട്ടാ. ആ സ്റ്റോറി ഒക്കെ പോലെ കേട്ടാ. ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ് എന്തായിരുന്നു? നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ഇല്ലേ, വീട്ടിൽ ഹോം എന്താ പറയാ, ഹോം അപ്ലയൻസസ്, ടി വി വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ, ഫാന്, വാക്യൂം ക്ലീനർ, അങ്ങനെ ഗ്യാസ് സ്റ്റൗ, അങ്ങനെ വീടിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഇല്ലേ. മതില്ലേ? മോഡേൺ എക്യുപ്മെന്റ്സ് മതില്ലേ? പഴയതൊന്നും വേണ്ടല്ലോ. അമ്മി, ഒട്ടിക്കാവില്ലേ പാത്രങ്ങൾ? ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഡൊമസ്റ്റിക് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു ഷീറ്റ് കിട്ടും. നിങ്ങൾ ഇപ്പൊ ട്രെയിനിങ്ങിനൊക്കെ പോവാണ്, ടൈം ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ നല്ലത്. കുഴപ്പമൊന്നുമില്ല. ബാക്കി കുറച്ച് ടൈം എടുത്ത് ചെയ്തു. ഡിജിറ്റൽ പെയിന്റിങ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടതുള്ളൂ കേട്ടോ. ഓക്കെ മിസ്സേ. എല്ലാവരും സെറ്റ് അല്ലേ? എന്താണ്? പഴയ LKG UKG ബുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വെട്ടിയെടുക്കാലോ. ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് അതൊക്കെ ഉണ്ട്. മക്കളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ മാം. ട്രഡീഷണൽ നോളജ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മുതിർന്നവര് പറഞ്ഞു തന്നിട്ടുള്ള നോളജുകൾ ഉണ്ടാവില്ലേ, അത്. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ കുറെ നോളജ് നമുക്ക് മുതിർന്നവര് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലേ. രാത്രി നഖം കടിക്കാൻ പാടില്ല, രാത്രി ചൂളം വിളിക്കാൻ പാടില്ല, പിന്നെ എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അരച്ചോണ്ടിരിക്കുമ്പോ തേങ്ങ അരച്ചോണ്ടിരിക്കുമ്പോ അമ്മീമെന്ന് കഴിക്കാൻ പാടില്ല. മഴ പെയ്യും, അങ്ങനെ എന്തൊക്കെ. ഭക്ഷണം കഴിച്ച കൈ ഉണങ്ങാൻ ഉണങ്ങാൻ പാടില്ല. ഉണങ്ങുന്നതിന് മുമ്പ് കൈ കഴുകണം. അത് നല്ല കുറെ കാര്യങ്ങൾ ട്രഡീഷണൽ എൽഡേഴ്സ് മുതിർന്നവർ പറയുന്നതിന് കുറച്ച് അവർ പറഞ്ഞു തരുന്നത് എന്താണ്, ഇങ്ങനെയാണ് ശീലിക്കേണ്ടതെന്നാണ്. ശരിക്കും പറഞ്ഞാല് അതെല്ലാം പഴയ ഒരു രീതിയാണ്. കാരണം രാത്രി കാലങ്ങളിൽ എന്താണ്, നഖം കടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഖം നിലത്ത് വീണെങ്കിൽ നമുക്ക് അത് എടുത്ത് കളയാൻ പറ്റില്ല. അന്നൊക്കെ എങ്ങനെയാണ്, ഇരുട്ടായിരുന്നു. അപ്പൊ ഇരുട്ടാവുമ്പോൾ അത് കാണാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ ആരെങ്കിലും കാലുമേക്ക് കുത്തിക്കയറാൻ അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അതേപോലെ കടുക് നിലത്ത് കളയാൻ പാടില്ല എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? കടുക് അത്രയും ചെറിയ കടുകാണ്. അപ്പൊ നമുക്കത് പറക്കിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞു തന്നിരുന്നത്. അപ്പൊ നമ്മള് അങ്ങനത്തെ നോളജ് ഉണ്ടല്ലോ, കടുക് കളയരുതെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. കടുക് കളഞ്ഞ കടം പെരുകും അങ്ങനെ പറയാം. ഉപ്പ് കൈ കൊടുക്കാൻ പാടില്ല, അത് ടീച്ചർ എടുത്തിട്ടുണ്ടോ?
അത് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ കാലാട്ടാൻ പാടില്ല, കാലാട്ടി അത് നമ്മുടെ മോളിൽ കയറിയിരുന്നതിനെ കാലാട്ടാൻ പാടില്ല, അതൊക്കെ കേട്ടിട്ടുണ്ട്. അതേപോലത്തെ ട്രഡീഷൻ നോളജ് എന്തോരോളം പറ്റിയിട്ടുണ്ട്. ആരാണ് ചോദ്യം ചോദിച്ചത്? കിട്ടിയില്ലേ? മിസ്. കിട്ടിയില്ല ആൻസർ? കിട്ടി കിട്ടി. നമുക്ക് കഥ അറിയാം. ഞങ്ങളുടെ കയ്യിൽ ഓക്കെ. ഏകദേശം എല്ലാവർക്കും ഡീറ്റെയിൽസ് മൈ കളക്ഷൻ ബുക്ക് സിമ്പിൾ ആണ്. പിള്ളേരെ ടെൻഷൻ ഒന്നും അടിക്കുന്നത്. കുറച്ച് നമ്മൾ ഇരുന്ന് ചെയ്യണം. ഇരുന്ന് ചെയ്യാനായിട്ട് ടൈം വേണം. ഇപ്പൊ ഒരു ഇത്ര ദിവസം ഉണ്ട്, ഒരു മാസത്തിന് അടുപ്പിച്ചുണ്ട് നിങ്ങൾക്ക് ഡേറ്റ്, സമയമുണ്ട്. സോ അത് നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ എത്ര മനോഹരമാക്കാൻ പറ്റുമോ അത്രയും. പസിൽസ് എന്നൊക്കെ പറയുമ്പോൾ 10 എണ്ണമൊക്കെ പറയണുള്ളൂ. നിങ്ങൾ കൂടുതൽ കൊടുക്കാണ്ട, ഒരു 10-15 കിട്ടുന്ന മാക്സിമം കളക്ട് ചെയ്ത് വെച്ചോ. ഇമേജസും അതേപോലെ തന്നെ ഡിഫറെന്റ് ഐറ്റംസ്. ഇപ്പൊ ബുക്ക് പുതിയതായിട്ട് ഒരാൾ വാങ്ങിക്കുകയാണെങ്കിൽ 2 സൈഡും എന്താണ്, ലൈൻ ഇല്ലാത്ത ബുക്ക് വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. മൈ കളക്ഷൻ ബുക്കിന് 2 സൈഡിലും നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് 2 സൈഡിലും പേജ് ലൈൻ ഇല്ലാത്തതാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും പുതിയതായിട്ട് ബുക്ക് വാങ്ങിക്കണമെങ്കിൽ. ബുക്ക് വാങ്ങിച്ചവരാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ആ ഒരു ബുക്കിൽ തന്നെ 2 സൈഡിലും ചെയ്ത് വർക്ക് ചെയ്തോ കേട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്ത റെക്കോർഡ് മേടിക്കുമ്പോ എങ്ങനെ മേടിക്കണ്ടേ? അടുത്ത റെക്കോർഡിന് 2 ഭാഗത്തും ലൈൻ ഇല്ലാത്തത് മതി. പസിൽസ് ആണ്, പസിൽസ് ആൻഡ് കിഡ്സ് ആക്ടിവിറ്റീസ് ആണ്. അത് ലൈൻ ഇല്ലാത്തതായിരിക്കും നല്ലത്. ഇത്ര പേജ് തന്നെ വേണോ? ഇത് കൂടുതൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആണോ? അത് കൂടുതൽ വേണ്ട വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അഞ്ചാമത്തെ റെക്കോർഡ് ബുക്കിന് മിസ്സേ വരുള്ളത് വേണോ? അഞ്ചാമത്തെ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടില്ല. അത് നമ്മള് ഒരുമിച്ചിരുന്ന് ചെയ്യേണ്ടതാണ്. പാരറ്റിസ് റെക്കോർഡ് എന്ന് പറയുന്നത് എംറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഡീറ്റെയിൽസ് മിക്കവാറും ഞാനായിരിക്കില്ല, ലിസ്റ്റ് ടീച്ചറായിരിക്കും തന്നത്. അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഡീറ്റെയിൽസ് പറയാട്ടത്. അതിന്റെ അവസാനത്തേക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കണേ. ഓക്കെ ഓക്കെ മിസ്. നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, ബാക്കിയൊക്കെ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അത് നമ്മള് സ്വയം എന്താ പറയാ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് തരുന്നതാണ് റെക്കോർഡ്. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് ഇമേജ് കാണിച്ചു തരാം. ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് നമ്മളത് ഡൗൺലോഡ് ഒക്കെ ചെയ്ത് പ്രിന്റ് എടുത്ത ടൈം എടുക്കും അതിന് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ്. അപ്പൊ താങ്ക് യു ഓൾ. മാം ഡിപ്ലോമക്ക് 4 റെക്കോർഡല്ലേ ഉള്ളൂ? എത്ര റെക്കോർഡ്? ഡിപ്ലോമക്ക് 4 എണ്ണം അല്ലേ? 5 എണ്ണം ഉണ്ടോ? 5 എണ്ണം ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടാ ഡീറ്റെയിൽ. ഡിപ്ലോമ PG 2 സെഷൻ ഉണ്ടോ നമ്മുടെ? 2 സെക്ഷൻ ഉണ്ടല്ലോ. 2 സെക്ഷൻ 5 എണ്ണം ഉണ്ടോ? മിസ്സേ ഒരു ഡൗട്ടും കൂടി ചോദിക്കട്ടെ. ജനുവരിയിൽ മോഡൽ എക്സാം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഉണ്ടെങ്കിൽ തന്നെ ജനുവരി ലാസ്റ്റിക്ക് അല്ലേ ഉണ്ടാവുള്ളൂ? ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ആവും. കാരണം നിങ്ങളുടെ മുമ്പത്തെ ബാച്ചിന്റെ മോഡൽ എക്സാമിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ടൈം ഉണ്ട്, പേടിക്കണ്ട. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈമിന് വേണ്ടിട്ട് ഒരു നേരത്തെ നിങ്ങൾ അറിയിക്കണായിരിക്കും. ഓക്കെ, എന്തായാലും ഇവിടുത്തെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും കേട്ടോ. മാം ഈ മോഡൽ എക്സാം ആണോ അത്, അതോ മെയിൻ എക്സാം ആണോ? മോഡൽ എക്സാം ഇമ്പോർട്ടന്റ് ആണോ ചെയ്യണം? മോഡൽ എക്സാം എങ്ങനെയാണെന്ന് അറിയാമോ? ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇതെങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്, ക്യാമറ എങ്ങനെ ഓൺ ചെയ്യണം, ക്യാമറ കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാനുണ്ട്. കാരണം മെയിൻ എക്സാം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്. അത് അവരാണ് നടത്തുന്നത്. നമ്മൾ വെറുതെ ഒബ്സർവ് മാത്രമേ ചെയ്യുള്ളൂ, ഒന്ന് ചെക്ക് ചെയ്യുള്ളൂ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യണേന്ന് അറിഞ്ഞുകൂടാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും ഒരു ഇന്റേണൽ അസസ്മെന്റിന് വേണ്ടിയിട്ടാണ് മോഡൽ എക്സാം നടത്തുന്നത്. ഓക്കെ, അതെന്താ ഞാൻ ചോദിക്കാൻ കാരണം എന്റെ ഡെലിവറി ടൈം ആ ടൈം. അപ്പൊ മോഡൽ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ ഇനി ആ ടൈം ആണെങ്കിൽ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇൻഫോം ചെയ്താൽ മതി. ഇപ്പൊ എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി കാര്യം. അടുത്ത ചിലപ്പോ അത് റീടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്യിക്കും. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സൈൻ ഔട്ട് ആരാ പറയണേ? എക്സ്പീരിയൻസ് ഈസ് ദി ബെസ്റ്റ് ടീച്ചർ. അനുഭവമാണ് ഏറ്റവും മികച്ച അധ്യാപകൻ. സൈൻ ഔട്ട് ബൈ നസ്രത്ത്.